അപ്പോൾ എന്താണ് വഖഫ്? വഖഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള വസ്തു, പരിപൂർണ ഉടമസ്ഥത ഉള്ള വസ്തുവിനെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ പെർമനന്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് വഖഫ്. അത് രണ്ടാമത്തേത്, അത് നമ്മുടെ മുസ്ലിം നിയമം പറയുന്ന രീതിക്കുള്ള പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ. അല്ലാതെ നാട്ടുകാർ കംപ്ലീറ്റ് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്യാൻ പറ്റും. മുസ്ലിം നിയമം പറയുന്ന രീതിക്കുള്ള പയസ്, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി കൊടുക്കാം. ഇത് പോയി കംപ്ലീറ്റും എഴുതി കൊടുത്തിട്ട് കംപ്ലീറ്റ് അവകാശങ്ങൾ കൊടുക്കുക. കാരണം പൈസ വാങ്ങിച്ചേക്കില്ലേ, പട്ടയം, കരുതിരോ, കൈവശാവകാശം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഫറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വസ്തുവിന് നിങ്ങൾക്ക് യഥേഷ്ടം വിൽക്കാം. പെർമനന്റ് ഡെഡിക്കേഷൻ പോയി. അപ്പൊ അത് വഖഫ് അല്ല. അപ്പൊ ഇതില് വഖഫ് എന്നൊരു വാക്കാണ് ആ പ്രമാണത്തിൽ ആ പടമുള്ളത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നീ പിന്നെ ഫറൂഖ് കോളേജിന്റെ ഒക്കെ ആരംഭ ദേശയല്ലേ, അതായത് ആദ്യത്തെ പരമകാരണീയനായ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങനെയല്ല, പേരിൽ അള്ളാഹുവിന്റെ പേരിൽ, നാമധേയത്തിൽ, പേരില്ല, നാമധേയത്തിൽ. അതൊരു സല്യൂട്ടേഷൻ ആണ്, കൈമാറുന്നു, സല്യൂട്ടേഷൻ. അപ്പൊ ഇത് അതിനുശേഷം പറയുന്നത് എന്താണ്, നീ ഫറൂഖ് കോളേജൊക്കെ തുടങ്ങി വന്നല്ലേ ഉള്ളൂ, അപ്പൊ ഏതുവരെ വണ്ടി ഓടുമെന്നൊന്നും ആർക്കും ഒരു ധാരണയില്ല. അപ്പൊ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ ഫറൂഖ് കോളേജ് എന്തെങ്കിലും നിലവിൽ ഇല്ലാതെ വരുന്ന പക്ഷം, അന്ന് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ, ഇവർക്ക് വിൽക്കാൻ പെർമിഷൻ കൊടുത്തേക്ക്. അപ്പൊ നിങ്ങൾ വിറ്റതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് എനിക്കോ എന്റെ സന്തതി പരമ്പരകളിലേക്കോ വന്നു ചേരുമെന്ന് ചോദിച്ചു. ഇതെന്താ ഭൂപരാങ്, അള്ളാഹുവിന് പെർമനന്റ് ഡെഡിക്കേറ്റ് ചെയ്ത വസ്തു എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? കറക്കി കുത്തി എഴുതിയിരിക്കുക. അത് ഭയങ്കര പ്ലാനിങ്. ഇത് ഏതെങ്കിലും ഒരു കോടതിയിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വഖഫ് പെർമനന്റ് ഡെഡിക്കേഷൻ ഇല്ലാത്ത ഒരു വസ്തുവും വഖഫല്ല. വഖഫ് എന്ന് എഴുതികൊണ്ട് നോമൻക്ലേച്ചറിന്റെ പേരിൽ മാത്രം ഒരു വസ്തുവിന് വഖഫ് തിരിക്കാൻ പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇങ്ങനൊരു ആധാരം കിട്ടിയത് കൊണ്ടും ഈ ഫറൂഖ് കോളേജുകാർ ഇത് മുറിച്ചു അവര് വിൽക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. വിറ്റിട്ട് ഈ അവസാനം പറഞ്ഞ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലല്ലേ അവിടെ പോകത്തുള്ളൂ. ഉണ്ടെങ്കിലേ പോയാ ഇപ്പൊ ഇല്ല. അവര് വിറ്റു. ഇപ്പൊ ചുരുക്കി പറയുമ്പോ അവര് വിറ്റ് കാശ് മേടിച്ചു. അവര് അന്ന് കംപ്ലീറ്റും വിറ്റിട്ടില്ല. അവര് അതിനൊരു വക്കീലിനെയൊക്കെ വെച്ചിട്ടാണ് ഇത് വിൽപ്പന നടത്തുന്നത്. അങ്ങേനും ഇഷ്ടം പോലെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. കംപ്ലീറ്റ് വസ്തു വിറ്റിട്ടില്ല. ഇപ്പൊ ഫറൂഖ് കോളേജ് അതുകൊണ്ട് കേസ് കൊണ്ട് കൊടുക്കും വഖഫ് ട്രൈബ്യൂണലിൽ. വഖഫ് അല്ല എന്ന് പറഞ്ഞു. എന്താണ് അവരുടെ ആ വസ്തു എടുക്കണം. വഖഫ് അല്ലാതെ ആയെങ്കിൽ ഇവിടെ വന്നിട്ട് ബാക്കി വല്ലതും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ മറ്റൊരു രസം, ഈ വസ്തു ഫറൂഖ് കോളേജിന് വിറ്റതിന് ശേഷം ഇതേ സിറ്റിങ്സ് ഇട്ടു, ഇതിൽ നിന്ന് വസ്തു വേറെ വിറ്റു, അവർക്ക് കൊടുത്തതെന്ന് വീണ്ടും വിറ്റു. അന്നൊക്കെ ഇത് നടക്കുന്നേ, കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ഞാൻ ഇത് ഇത്രയും കാര്യമായിട്ട് ഇത്രയും ഫ്രോഡായിട്ടുള്ള ഒരു മനുഷ്യന്, പക്ഷെ ഇന്റലിജന്റ് മാൻ, മനസ്സിലായില്ലേ? അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ മുനമ്പം എന്ന് പറയുന്നത് കേരളം കാണാതെ പോയ ഏറ്റവും വലിയ ഭൂമി കുംഭകമാണ്.